സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. അതിജീവിതയെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളി. പ്രതി സ്ഥിരം കുറ്റവാളിയെന്നും മുൻപും അതിജീവിതകളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയ കേസുകളുണ്ടെന്നുമായിരുന്നു ജാമ്യാപേക്ഷയെ എതിർത്തുള്ള പ്രോസിക്യൂഷന്റെ വാദം. രാഹുൽ ഈശ്വർ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ജയിലിൽ നിരാഹാര സമരമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. സത്യാഗ്രഹത്തിലേക്ക് പോവാണ്. ഞാൻ ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പച്ച കള്ളമാണ് ഈ കേസ്. ജയിലിൽ നിരാഹാര ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അതിശക്തമായ വാദമുഖങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇത് അറസ്റ്റ് ചെയ്ത നടപടി പോലും നിയമപരമായി അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ശ്രമിച്ചു. എന്നാൽ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതുൾപ്പെടെയാണ്. എന്താണ് കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ? അനുജ, അതായത് ഈ രണ്ടു കേസുകൾ, അതിൽ ഒന്നാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ ഭ്രൂണഹത്യ കേസും അതിനെ പിന്തുടർന്ന് അല്ലെങ്കിൽ അതിലെ അതിജീവിതയെ അധിക്ഷേപിച്ചും അതല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെയുള്ള ഇതിന്റെ രണ്ടാമത്തെ കേസും, അതിന്റെ രണ്ടാമത്തെ കേസിൽ അതിന്റെ കുറ്റക്കാരനായിട്ടുള്ള അഞ്ചാമത്തെ പ്രതിക്ക് ജാമ്യം അനുവദിച്ചില്ല എന്നുള്ളത് സ്വാഭാവികമായും ഇനിയും വരും ദിവസങ്ങളിൽ പലതരത്തിലുള്ള സന്ദേശങ്ങൾ തരുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടതി നിരീക്ഷിച്ച കാര്യങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള സംഭവമാണ് നടക്കമുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതി ഇപ്പോൾ നിരീക്ഷിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ ഉത്തരവിന്റെ പകർപ്പിൽ, അതായത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പ്രതിക്ക് ജാമ്യം രാഹുൽ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും കോടതി എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഇൻവെസ്റ്റിഗേഷൻ ദ കേസ് ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്, അതായത് ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചതേ ഉള്ളൂ. ഇൻ കേസ് ദ അക്യൂസ്ഡ് ഈസ് റിലീസ്ഡ് ഓൺ ബെയിൽ ഹി ഈസ് ലൈക്ലി ടു ഇംപീഡ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് അന്വേഷണത്തെ സ്വാധീനിക്കാൻ, ഈ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ദർ ഈസ് എവറി പോസിബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് സിമിലർ ഒഫൻസസ് ആൻഡ് ടാമ്പറിംഗ് വിത്ത് അവൈലബിൾ ഡിജിറ്റൽ ആൻഡ് അതർ എവിഡൻസ് ഇൻവോൾവ്ഡ്, അതായത് ഈ കേസിന്റെ അല്ലെങ്കിൽ ദിസ് ഈസ് എവറി പോസിബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് സിമിലർ ഒഫൻസസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഈ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കൂട്ടുപ്രതികൾ ഇതുവരെയും ദ അതർ അക്യൂസ്ഡ് ഇൻവോൾവ്ഡ് ആർ യെറ്റ് ടു ബി അറസ്റ്റഡ്, കൂട്ടുപ്രതികൾ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത്തരം സർക്കംസ്റ്റൻസുകൾ പരിഗണിച്ചുകൊണ്ട് ഈ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അല്പസമയം മുൻപ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന കാര്യം. ഇനി ഈ കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജയിലിലേക്ക് പോകുമ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം, ജയിലിൽ താൻ നിരാഹാര സമരം ആരംഭിക്കാൻ പോവുകയാണ്, പച്ചക്കള്ളമാണ് പറഞ്ഞതെന്നൊക്കെയാണ്. പക്ഷേ ഈ സൈബർ അതിക്രമ കേസുകളിൽ, സൈബർ അധിക്ഷേപ കേസുകളിൽ ഒരു ACJM കോടതി എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായി കൂടി നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. മാത്രമല്ല സൈബർ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും അതേപോലെ തന്നെ അവരുടെ മറ്റ് ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ അവർ ഉന്നയിച്ചു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പ്രധാനമായും ഇങ്ങനെയായിരുന്നു: പ്രതി സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുള്ളയാളാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും സൈബർ പോലീസിൽ തന്നെ നിരവധി പരാതികൾ ഇയാൾക്കെതിരെ കേസുകളായിട്ടുണ്ട്. അതിജീവിതയെ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കും, കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുക്കണം, ഇയാൾ അന്വേഷണത്തോട് സഹകരിച്ചില്ല, ഇന്ന് നോട്ടീസ് നൽകാൻ വേണ്ടി ഇന്നലെ അന്വേഷണ സംഘം പോയപ്പോൾ അതുമായിട്ട് സഹകരിച്ചില്ല, അതുകൊണ്ടാണ് കസ്റ്റഡിയിലേക്ക് എടുത്തത്. മാത്രമല്ല ഇയാളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആയിട്ടുള്ള ലാപ്ടോപ്പ് അത് ഒളിപ്പിക്കുന്നു, അത് പോലീസിന് കണ്ടെത്താതിരിക്കാൻ ഒളിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട വാദങ്ങൾ അത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കേവലം അധിക്ഷേപം എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഈശ്വർ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തള്ളിയത്. അല്പസമയത്തുള്ള അദ്ദേഹം ജയിലിലേക്ക് എത്തും, ജയിലിൽ നിരാഹാര സമരം നടത്തുമെന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഷഫീദ്, ഇപ്പോൾ നേരത്തെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമുഖം സ്ഥിരം കുറ്റവാളിയാണ്, ഇതിനു മുൻപും അതിജീവിതകളുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെയുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളയാളാണ് എന്നതൊക്കെ പറയുമ്പോൾ അതെല്ലാം കോടതി പൂർണ്ണമായും കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ രാഹുൽ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് വരെ കോടതി പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കോടതി കണ്ടിട്ടുള്ളത്? നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ വേണ്ടേ ഈ കോടതി ഉത്തരവിനെ കാണാൻ?
ഉറപ്പായിട്ടും. കാരണം 5-ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. നമുക്കറിയാം ഈ കേസിൽ അതിന് തൊട്ട് മുൻപുള്ള 4-ാം പ്രതി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സന്ദീപ് വാര്യരാണ്. അദ്ദേഹം സെഷൻസ് കോടതിയിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരുന്നു. ആ കാര്യത്തിലടക്കം ഇനി കോടതി എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഈ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തള്ളുന്ന കോടതി ഉത്തരവിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം കോടതി ഇതിനെ ഗൗരവമായി കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇതിനോടകം തന്നെ സൈബർ പോലീസ് ഇന്നലെ ഉച്ച മുതൽ ശേഖരിച്ച തെളിവുകളും ഇതിൽ ഏറ്റവും നിർണായകമായി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ചില വീഡിയോകൾ അത് അദ്ദേഹത്തിന്റെ തന്നെ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന IP അഡ്രസ്സിൽ നിന്നും അപ്ലോഡ് ചെയ്തത് ഫേസ്ബുക്ക്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതിൽ മൂന്നിലും അപ്ലോഡ് ചെയ്തത്. മാത്രവുമല്ല, ഇന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമാനമായി ഇദ്ദേഹം മുൻപ് അതിജീവിതയോട് നടത്തിയിട്ടുള്ള സമീപനം. അപ്പുറത്തേക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലും അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഇരയെക്കുറിച്ച് രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ എന്നുള്ളതാണ് തിരുവനന്തപുരം ACJM കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോടതി പറയുന്നു. ഒപ്പം പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തെ ബാധിക്കും. ഈ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ അതിശക്തമായി തന്നെ വാദിച്ചിരുന്നതാണ്. കോടതിയും ആ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി ഉത്തരവിൽ നിന്ന് നമുക്കും വ്യക്തമാകുന്നത്. രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ശാസ്തമംഗലം അജിത് കുമാർ, അതായത് ഈ കേസിൽ രാഹുൽ ഈശ്വറിന് വേണ്ടി അപ്പീർ ചെയ്യുന്ന മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാർ അദ്ദേഹം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. അദ്ദേഹം പറഞ്ഞു ബെയിൽ തള്ളി, പക്ഷേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ജൂനിയേഴ്സിൽ നിന്ന് തേടും എന്നുള്ള കാര്യമാണ് ശാസ്തമംഗലം അജിത് കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതായാലും അദ്ദേഹം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും ഈ ബലാത്സംഗ ഭ്രൂണഹത്യാ കേസിൽ ഹാജരാകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം അല്പസമയം മുമ്പ് പ്രതികരിക്കുകയായിരുന്നു. ഈ ബെയിലിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അതല്ലെങ്കിൽ ബെയിൽ തള്ളിയതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായ പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നില്ല. അദ്ദേഹം അവസാനിപ്പിച്ചത് ഈ ശാസ്തമംഗലം അജിത് കുമാർ അദ്ദേഹം തലസ്ഥാനത്തെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം അവസാനിപ്പിച്ചത് ബെയിൽ തള്ളി, പക്ഷേ കൂടുതൽ വിവരങ്ങൾ അത് ജൂനിയേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചില ഗ്രൗണ്ടുകൾ അവിടെ സ്റ്റാൻഡ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ അധിക്ഷേപ പരാമർശങ്ങൾ, ഭീഷണിപ്പെടുത്തൽ അത് നമുക്ക് പോലും പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും അവസാനവും സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ്, അത് മാത്രമല്ല ഷഫീദ്, ഈ സമൂഹ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഇന്നും ഇന്നലെയും ഒക്കെയായി മാധ്യമങ്ങളോട് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, ഏറ്റവും ഒടുവിലായി ഇത് തുടരും എന്ന് പറയുകയാണ്. അതായത് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതെല്ലാം കോടതി കണക്കിലെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഈ കോഴ്സ് ഓഫ് സീരീസിന്റെ മുഴുവൻ കാര്യങ്ങളും കോടതി പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ഒരു ACJM കോടതി ഒന്നും ഈ രീതിയിലുള്ള ഒരു വിധിയിലേക്ക് കടക്കില്ല. മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിലെ സൈബർ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്, അതേപോലെ തന്നെ പ്രോസിക്യൂഷന്റെ വാദം അതടക്കം ശ്രദ്ധേയമായിരുന്നു. അത് കേവലം ഒരു അധിക്ഷേപ പരാതി എന്നതിനപ്പുറത്തേക്ക് അതിലേക്ക് മാറ്റർ ആയിട്ടുള്ള അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കേസ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ജാമ്യാപേക്ഷയിന്മേൽ വാദപ്രതിവാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഇതൊരു ചെറിയ കേസിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള സംഭവമല്ല. ഇതിലെ പരാതിക്കാരി, അധിക്ഷേപ പരാതിയിലെ പരാതിക്കാരി എന്ന് പറയുന്ന ഒരു അതിജീവിതയാണ്. അവർക്ക് നേമം പോലീസ് സ്റ്റേഷനിൽ അവരെ ബലാത്സംഗം, ഭ്രൂണഹത്യ എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 2 കുറ്റകൃത്യങ്ങൾ ചുമത്തിയ കേസുണ്ട്. അതിലെ അതിജീവിതയാണ് സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചതെന്നതിനപ്പുറത്തേക്ക് അവരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനത്തിലേക്ക്, അതായത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ കാരണമുണ്ടായി. അത് കേവലം ഈ കേസിൽ പ്രതികളായിട്ടുള്ള 4 പേരോ 5 പേരോ മാത്രവുമല്ല, ഇവരുടെ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾസ് എന്നാണ് പറഞ്ഞത്. അതായത് ഇവരടക്കം വരുന്ന ഒരു സംഘം ആ പെൺകുട്ടിക്കെതിരെ, അതിജീവിതയ്ക്കെതിരെ തിരിഞ്ഞു. അത് സോഷ്യൽ മീഡിയയിൽ റിഫ്ലക്ട് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വളരെ ഗൗരവമുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ആ വാദപ്രതിവാദത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പറയാൻ കഴിയും. പക്ഷേ ഈ തിരിച്ചടി പലതരത്തിലേക്കുള്ള സൂചനകൾ തരുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതേ കേസ് തന്നെയായിട്ടുള്ള സന്ദീപ് വാര്യരുടെ കേസിലും അത് കഴിഞ്ഞ ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴുമൊക്കെ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ, രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഈ കേസ് അദ്ദേഹത്തിന്റെ ബെയിൽ തള്ളിയ കാര്യമൊക്കെ ഒരു അടിസ്ഥാനമാക്കി സ്വാഭാവികമായും പ്രോസിക്യൂഷൻ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാര്യ അവർ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ദീപ പുറത്ത്
രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ. ഇന്നലെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത മുതൽ ദീപ ഉണ്ടായിരുന്നു. ദീപ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ദീപയുടെ പ്രതികരണം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ വലിയ തിരിച്ചടി അത് രാഹുൽ ഈശ്വറിന് ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ എയർ ക്യാമ്പിന്റെ അകത്ത് ഈ രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് മുതൽ വീട്ടിൽ നിന്ന് ദീപയും രാഹുൽ ഈശ്വറുമായിരുന്നു ഒരുമിച്ച് ഇറങ്ങിയത് അവരുടെ വാഹനത്തിൽ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി അവർ പ്രതികരിച്ചതൊക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് ദീപ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജയിലിൽ നിരാഹാര സമരം കിടക്കും എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള കാര്യം. ഏതായാലും നിരാശയായിരിക്കും ഉറക്കം പറയാനുള്ളത്. ഒരു പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. അല്പസമയത്തിനുള്ളിൽ അവരുടെ കോടതിക്കുള്ളിൽ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ രാഹുൽ ഈശ്വർ ഇനി ഏത് തരത്തിലുള്ള സമീപനം ജയിലിലെടുക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അനുജ, ഏതായാലും ഈ കേസിന് ഗൗരവമുള്ളൊരു കേസായി കോടതി കണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ പൗടിക്കോണത്തെ വീട്ടിൽ രാഹുൽ ഈശ്വർ അദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുപോയ ഘട്ടത്തിൽ പോലും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഇനിയും സംസാരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും അതല്ല മാറ്റർ. പകരം ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ഈ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നിന്ന് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ നിയമപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദപ്രതിവാദങ്ങളും കണ്ട വിധിയും കേട്ട ശേഷം രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ അവർ പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അവരുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ മുതൽ ദീപയും രാഹുൽ ഈശ്വറിനൊപ്പം ഉണ്ടായിരുന്നു, എയർ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഈ പോലീസ് ട്രെയിനിങ് കോളേജിലെ സൈബർ പോലീസ് സ്റ്റേഷനിലും അവരുണ്ടായിരുന്നു. ആ രീതിയിൽ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അവരുടെ പ്രതികരണം പ്രതീക്ഷിക്കാം. ഏതായാലും അല്പസമയത്തുള്ള നമുക്ക് പ്രതികരണം പ്രതീക്ഷിക്കാം. എന്താണ് രാഹുൽ ഈശ്വറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഇവരുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും, ഉന്നത കോടതിയെ സമീപിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ദീപയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നിരാശാജനകമായിട്ടുള്ള വിധി തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരെ സംബന്ധിച്ച്, രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് നിരാശയാണ്. വളരെ അൺഫെയർ ആയ ഒരു വിധിയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ബെയിൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട്. കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ്, ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട്. കോർട്ട് ഓർഡറിലെ പ്രോസിക്യൂഷന്റെ സ്റ്റാൻഡ് അത് കമ്മിറ്റഡ് ആകുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അല്ല, കോർട്ട് ഓർഡറിൽ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ സെക്ഷൻ എന്ന് പറയുന്നത് 75(1) ആണ്, സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്. പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കേൾക്കുകയാണ്. അപ്പം എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നാണ്. അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമ ഫേഷ്യ അങ്ങനെ കണ്ടെത്തിയെന്നാണ് കോടതിയുടെ ഇത് പറയുന്നത്. അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് ശരിയാണ്. അപ്പോൾ ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ്. പക്ഷെ അതുവരെ എന്തായാലും ഇനിയൊരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പിച്ചിട്ടുണ്ടോ കാര്യം? ഈ നിരാഹാര സമരം ഉറപ്പിച്ചിട്ടുണ്ടോ? അത് 100% ഉറപ്പിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം നിരാഹാര സമരത്തിലേക്ക് പോവാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്, ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണ്. കാരണം അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ആദ്യം തന്നെ അറസ്റ്റ് തന്നെ നമുക്കൊരു നോട്ടീസും തരാതെയാണ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നോട്ടീസ് നൽകി, നോട്ടീസ് കൈപ്പറ്റിയില്ലെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കള്ളമാണത്. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിലും ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് പച്ച കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കള്ളമാണ് അത്. നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അത് തന്നെ തെറ്റാണ്. നേരെ വീട്ടിൽ ഒരു ദിവസം 4 മണിക്ക് വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കൂടെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു നമ്മൾ നോട്ടീസ് തന്നിട്ട് അത് കൈപ്പറ്റിയില്ല എന്ന്. ഇത്രയും അന്വേഷണമായിട്ട് സഹകരിക്കുന്ന ഒരാളെ എന്തിനു കൈപ്പറ്റാതിരിക്കണം? അത് സെഷൻസ് മൂവ് ചെയ്യും, ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും. അത് 100% ഉറപ്പാണ്. നിരാഹാരം അനുഷ്ഠിക്കും. പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നിയമപരമായ കാര്യങ്ങൾ നേരിടും എന്നുള്ളതാണ്. നിയമപരമായി തന്നെ നേരിടും. പിന്നെ ഇതിനോടുള്ളൊരു എതിർപ്പുണ്ട് നമുക്ക്. കാരണം എപ്പോഴും ഈ എല്ലാവരും, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇര എന്ന് പറയുന്നുണ്ട്. ഇര എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. 2 വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ആ 2 വ്യക്തികളിൽ ശരിയും തെറ്റും 2 പേരുടെ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഒരാൾ എങ്ങനെ ഇരയായി മാറുന്നു, മറ്റൊരാളെങ്ങനെ? അപ്പോൾ അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പോൾ ബെയിൽ പോലും റിജക്ട് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള എതിർപ്പാണ് ഈ നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത്.
പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ്. ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് കഴിഞ്ഞ ദിവസം രാഹുലിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ പോലീസ് വന്നു ഗ്യാഡ്ജറ്റ്സുകൾ എടുത്ത് മാറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അല്ല, അത് ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇതിന്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ഉള്ളൊരു അവസരമില്ല. അപ്പോൾ അങ്ങനെ വന്ന വീഡിയോ ആയിരിക്കും. അപ്പം അത് എന്തായാലും നമ്മൾ ലാപ്ടോപ്പൊക്കെ കൊടുത്തു. നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ടെന്ന് യു ക്യാൻ ഗിവ് എ ഗാഗ് ഓർഡർ, എന്നിട്ട് ബെയിൽ കൊടുക്കാമെന്ന് പറയാം. അത്രയും പോലും ബെയിൽ കൊടുക്കാത്ത വിധത്തിൽ എന്ത് സെക്ഷലി കളർഡ് റിമാർക്സ് ആണ് വന്നതെന്ന് ഐ ഡോണ്ട് നോ. അപ്പോൾ അതിനുള്ളൊരു വിഷമമുണ്ട്. എന്തായാലും ലൈംഗിക പീഡന ഭ്രൂണഹത്യ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 5ാം ദിവസവും ഒളിവിൽ. വ്യാപക പരിശോധന നടത്തിയിട്ടും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാലക്കാട്ട് നിന്ന് രാഹുൽ മുങ്ങിയതെന്ന് കരുതുന്ന ചുവന്ന കാർ സിനിമാ താരത്തിന്റേതാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. മറ്റന്നാൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും MLA വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന ഫോക്സ് വാഗൻ കാറിലാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു സിനിമാ താരത്തിന്റെ വാഹനമെന്നത് സംശയിച്ച് അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചു. പത്തനംതിട്ടയിൽ രാഹുലിനും 2ാം പ്രതി ജോബി ജോസഫിനുമായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നുവരികയാണ്. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. CCTV DVR SIT കസ്റ്റഡിയിലെടുത്തു. അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തതെന്ന സംശയത്തിൽ കെയർടേക്കറെ SIT ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പും SIR നടപടികളും ഒന്നിച്ച് മുന്നോട്ട് പോകും. BLOമാരുടെ ആത്മഹത്യ SIRലെ ജോലിഭാരം കൊണ്ടല്ല എന്നും കമ്മീഷൻ വാദിച്ചു. SIRനെതിരായ കേരളത്തിന്റെ ഹർജികൾ തള്ളണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിലുള്ള SIR നടപടികൾ പ്രായോഗിക പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം തള്ളിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് SIR നടപടികൾ തടസ്സം സൃഷ്ടിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ SIR നടപടികളുടെ ഭാഗമാക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണം. തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കാൻ സംസ്ഥാന സർക്കാർ ഭരണപരമായ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി മുഖേന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടെന്നും മറുപടിയിൽ പറയുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും SIRഉം ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന നടപടികൾ പൂർത്തിയായി. SIR നടപടികൾ മാറ്റിവെക്കാനാകില്ല. സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളണമെന്ന ആവശ്യവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മറുപടിയിലൂടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ഹർജിക്കാർ ഉന്നയിച്ച ആശങ്കയും അടിയന്തര ആവശ്യവും മറികടക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം SIR നടപടികളുടെ സമയപരിധി നീട്ടിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനവും ഹർജിക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. R. അച്യുതൻ, 24, ഡൽഹി. ഈ ശബരിമല വാർത്തകൾ ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവർ ആണ്, അത് ഷുവർ ആണ്. co-sponsored by BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ കേരളീയ സദ്യ നൽകുന്നത് വൈകും. വെള്ളിയാഴ്ച നടക്കുന്ന ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. നേരത്തെ ഡിസംബർ 2 മുതൽ ഉച്ചയ്ക്ക് സദ്യ നൽകി തുടങ്ങാനായിരുന്നു തീരുമാനം. നിലവിൽ ഉച്ചയ്ക്ക് പുലാവാണ് നൽകുന്നത്. പുലാവ് മാറ്റി സദ്യ നൽകിയാലുള്ള നിയമപ്രശ്നവും സദ്യ വിളമ്പാൻ വേണ്ടിവരുന്ന അധികം സൗകര്യങ്ങളെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച ശേഷം ബോർഡ് യോഗം ചേർന്നാണ് സദ്യ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.